വയനാട്ടിൽ അനധികൃത മരമുറി സുഗന്ധഗിരിയിൽ ആദിവാസികൾക്ക് പതിച്ചുകൊടുത്ത ഭൂമിയിൽ നിന്നാണ് മരങ്ങൾ മുറിച്ചത്. 50ലേറെ വൻമരങ്ങളാണ് മുറിച്ചത്. മരങ്ങളും കടത്തിയ വാഹനങ്ങളും വനവകുപ്പ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. കമൽ വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. കമൽ, ഇതാരുടെ നേതൃത്വത്തിലാണ് ഈ മരമുറി നടത്തിയത് എന്നതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? എപ്പോഴാണ് ഇക്കാര്യങ്ങളൊക്കെ കണ്ടെത്തിയിരിക്കുന്നത്? കഴിഞ്ഞ 2 ദിവസമായി വനംവകുപ്പ് നടത്തിയ പരിശോധനയിലാണ് ഈ മരമുറി കണ്ടെത്തിയത്. ഇത് സുപ്രീം കോടതിയുടെ വിധിയനുസരിച്ച് ആദിവാസികൾക്ക് പതിച്ചു നൽകിയ വനഭൂമിയാണ്. അതിന്റെ സ്റ്റാറ്റസ് ഇപ്പോഴും റിസർവ് വനമാണ് എന്നതാണ് ഈ കേസിന് ആധാരം. കാരണം അത് ഡീനോട്ടിഫൈ ചെയ്ത് പൂർണ്ണമായും ആദിവാസികൾക്ക് അവകാശം നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ മരമുറി കുറ്റകരമാകുന്നത്. പ്ലാവ്, ആഞ്ഞില്, വെണ്ടൂക്ക് തുടങ്ങിയ മരങ്ങളാണ് മുറിച്ച് കടത്തിയത്. നിലവിൽ മര കച്ചവടക്കാരാണ് ഈ കേസിൽ പ്രതികളായിട്ടുള്ളത്. ഭൂവുടമയുള്ള ആദിവാസികളുടെ കോടതി വനംവകുപ്പ് കേസെടുത്തിട്ടില്ല. കോഴിക്കോട്, വയനാട് ജില്ലയിൽ 6ഓളം മര കച്ചവടക്കാരെ പേരിലാണ് കേസെടുത്തിരിക്കുന്നത്. അവർ ഒളിവിലാണ്. മര കടത്തിയ വാഹനം വനംവകുപ്പ് കസ്റ്റഡിയിലെടുത്തത്. ശരി കമൽ.